ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടി എനാബിൾ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്നുള്ളതും കൂടി എനാബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് പ്ലം കേക്കാണ്. അതിനായിട്ട് 300 ഗ്രാം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കുറച്ച് ബേക്കിംഗ് സോഡ വേണം, 4 മുട്ട, 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്, 300 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് വൈനിൽ സോക്ക് ചെയ്തത് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി വേണം. ഇതൊരു 250 ഗ്രാം പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് 1 കഷ്ണം പട്ട, 3-4 ഗ്രാമ്പൂ, കുറച്ച് സാജീരകം ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. നമുക്ക് മസാല നല്ല നൈസായിട്ട് പൊടിഞ്ഞു കിട്ടണം. ഇപ്പം എല്ലാം നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കാം. ഈ പ്ലം കേക്കിനൊരു ബ്രൗൺ കളർ ഉണ്ടാവുമല്ലോ, അത് കാരമൽ സിറപ്പ് ഒഴിക്കണോണ്ടാണ് അങ്ങനെ വരുന്നത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഉരുകി വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഉരുകി തുടങ്ങി ഒരുവിധം ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയാൽ മതി. ഇപ്പോൾ ഉരുകി തുടങ്ങിയിട്ടുണ്ട്, നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല ബ്രൗൺ കളറായി വരണ വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ സമയം നമുക്ക് അടുത്ത അടപ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം മതി. ഇപ്പം നല്ല കളറായി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് വീണ്ടും ക്രിസ്റ്റൽ രൂപത്തിലേക്ക് വരും. നമ്മൾ കേക്കിലേക്ക് ഒഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ പോയി കിടക്കും. നമുക്കിത് കളർ കിട്ടാൻ വേണ്ടിയുള്ള നമ്മളിത് ഒഴിക്കണം. അപ്പം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ മിക്സ് ആയാൽ മാത്രമേ നമുക്ക് കളറ് ഉദ്ദേശിക്കുന്ന കളറ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി അത് ചൂടാറി വരട്ടെ. ആ സമയം നമുക്ക് 300 ഗ്രാം മൈദ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് മൂന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു അരിപ്പ വെച്ചിട്ട് 3 പ്രാവശ്യം നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് എയർ കയറും. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. ഇതിപ്പോൾ 3 പ്രാവശ്യം അരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് മുന്തിരി ഇട്ടിട്ടുണ്ട്, കുരുവില്ലാത്ത മുന്തിരിയാണ്, റേസിൻസ് ഇട്ടിട്ടുണ്ട്, ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട്, അതായത് ഈന്തപ്പഴം ഇട്ടിട്ടുണ്ട്, ടൂട്ടി ഫ്രൂട്ടി പച്ച ചുമപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, ഓറഞ്ചിൻ്റെ തൊലി ചെറുതാക്കി മുറിച്ചിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓറഞ്ചിൻ്റെ ആ ഉള്ളിലുള്ള വൈറ്റ് കളർ, തൊലിയുടെ ഉള്ളിലുള്ള വൈറ്റ് കളർ നമ്മൾ ചിരണ്ടി കളഞ്ഞിട്ട് ആ ബാക്കി ഭാഗമാണ് ഇടുന്നത്. അത് കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഡേറ്റ്സ്, അങ്ങനെ വലിയ സാധനങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുന്തിരിയൊക്കെ മുറിച്ച് തന്നെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ മുറിച്ചിട്ടില്ല. ഒരു 5-6 നട്ട്സ് ഉണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. 5-6 ചെറിയും അത് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുന്തിരി വൈനിൽ സോക്ക് ചെയ്തതാണ്. ഇത് ഞാനിപ്പോൾ 5-6 മാസമായിട്ട് സോക്ക് ചെയ്തിരിക്കുകയാണ്. അത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് റമ്മിലും സോക്ക് ചെയ്ത് വെക്കാം. ഒരു രാത്രിയെങ്കിലും സോക്ക് ചെയ്യണം. ഏറ്റവും എത്രയും നാളിരിക്കണോ അത്രയും നല്ലതാണ്. കേക്കിൻ്റെ മോൾഡ് നമ്മൾ റെഡിയാക്കി വെക്കുകയാണ്. ഞാനിപ്പോൾ 2 കേക്കിൻ്റെ മോൾഡിലാണ് ചെയ്യണത്. അതായത് ഒരെണ്ണം ഓവനിൽ വെച്ച് കാണിക്കാനും ഒരെണ്ണം അടുപ്പിൽ വെച്ച് കാണിക്കാനുമാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണത് അമൂലിൻ്റെ ബട്ടറാണ്. അത് ഉപ്പുള്ളതാണ്. ഫ്രോസ്റ്റിങ്ങിന് ഉപ്പുള്ള ബട്ടർ ഉപയോഗിക്കരുത്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. 100 ഗ്രാം ബട്ടറാണ് എടുത്തേക്കണത്. അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ചു വെച്ചേക്കണ പഞ്ചസാര, സ്പൈസസ് ഒക്കെ ഇട്ട് പൊടിച്ചു വെച്ചിട്ടില്ലേ, 250 ഗ്രാം 250 ഗ്രാം പഞ്ചസാര, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഇളക്കി കൊടുത്താൽ മതി. നമ്മളിനി 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേറെ വേറെ ആക്കുവാണ്. 2 പാത്രത്തിലേക്ക് മാറ്റുവാണ്. നമ്മൾ ഒരുമിച്ച് ഇടുകയാണെങ്കിൽ ഈ കേക്ക് ഭയങ്കര ഹെവി ആയി പോവും. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് കുറേ സമയമെടുക്കും. ഇതിപ്പോൾ രണ്ടും വേറെ വേറെ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് ബേക്കായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ 4 മുട്ടയുടെയും ഉണ്ണി നമ്മൾ ബട്ടർ പഞ്ചസാര മിക്സിലേക്കാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു നല്ല സോഫ്റ്റ് ആവണ വരെ അടിക്കാം. നല്ല ഫ്ലഫി ആയി കിട്ടണം. അടിക്കാൻ തുടങ്ങിയ ക്വാണ്ടിറ്റി ആയിരിക്കില്ല അടിച്ചു കഴിയുമ്പോൾ ഉള്ളത്, അത്രയും പൊങ്ങി വരും. നമുക്ക് ഇതിൻ്റെ കളറ് തന്നെ മാറി വരും. നമ്മൾ ഒരു പ്രത്യേക കളറായിരിക്കും. കണ്ട, ഇപ്പോൾ ഒരു വേറെ കളറായിട്ടില്ലേ. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം.
നമ്മളാകെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കേണ്ടത്, അത് അടുത്ത 1/4 കപ്പ് പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു ഉരുളി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്നത് ഈ ഉരുളിയിലാണ്. സാധാരണ ഉപ്പ് പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ പ്രാവശ്യം ഉപ്പ് പൊടി ഇല്ലാതെ തന്നെ ഉണ്ടാക്കുന്നത്. അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു വയർ ഫ്രെയിമോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഇനി അത് ചൂടായി വരട്ടെ. ആ സമയം നമ്മൾ മുട്ടയുടെ വെള്ളയാണ് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുട്ട ബീറ്റ് ചെയ്യണ പാത്രത്തിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഈ മുട്ടയുടെ വെള്ള അടിക്കാൻ നേരത്ത് നമ്മൾ ഈ ബീറ്റർ ഒന്ന് കഴുകി അത് തുടച്ച് ഉണക്കിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് വീണ്ടും ഇത് അടിക്കണത്. നല്ല പൊങ്ങി വരണം, അതുവരെ നമുക്ക് അടിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ കമത്തിയ വീഴാത്ത രീതിയിലൊക്കെ ആവും, അതുപോലെ അടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇപ്പോൾ ഈ എഗ് വൈറ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഈ ബട്ടർ പഞ്ചസാര മിശ്രിതത്തിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ മുട്ടയുടെ മണമൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കണ 300 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് ഈ മൈദയിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഈ കേക്കിൻ്റെ അടിയിൽ പോയി വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിത് മുട്ട പഞ്ചസാര മിശ്രിതത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊരു വുഡൻ കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചോ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പിന്നെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വല്ല കട്ടകട്ടി അങ്ങനെ വല്ലതും പോവുകയാണെങ്കിൽ മാത്രം ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും നല്ലത് ഇങ്ങനെ സ്പാച്ചുല തന്നെ വെച്ച് ചെയ്ത് കൊടുക്കണതാണ്. നമ്മൾ നടുക്കുന്ന് കട്ട് ചെയ്തിട്ടാണ് ഇത് മിക്സ് ചെയ്യണത്. ഇങ്ങനെയാണ് കേക്കിൻ്റെ മിശ്രിതം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണത്. ഇനി എങ്ങനെയാണ് ഇടണമെന്ന് വെച്ചാൽ കുറച്ച് മൈദ ഡ്രൈ ഫ്രൂട്ട് മിശ്രിതം ഇടുക, കുറച്ച് എഗ് വൈറ്റ് ഇടുക, എന്നിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും അത് മൈദ മിശ്രിതം ഇട്ട് കൊടുക്കുക, കുറച്ച് എഗ് വൈറ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 3 പ്രാവശ്യമായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. മിക്സായി വരണം. ഒരിടത്തും കട്ടായിട്ടൊന്നും ഇരിക്കരുത്. നല്ല സോഫ്റ്റായിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ കേക്കും നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് പലതും വിട്ടുപോകും. നിങ്ങളൊരു ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഈ വീഡിയോ കറക്റ്റായിട്ട് കാണണം. ഒന്നും വിട്ടുപോകാതെ കണ്ടാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ വേണം. ഇനി നമ്മൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയത് 3 ടേബിൾ സ്പൂൺ പാലിൽ 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കുറച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബട്ടർ മിൽക്ക് കിട്ടും. അപ്പോൾ അധികം പുളിയൊന്നും ഇല്ലാത്ത ബട്ടർ മിൽക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നടുക്കുന്നല്ലേ, ഞാൻ പറഞ്ഞില്ലേ, നടുക്കുന്ന കട്ട് ചെയ്തിട്ടാണ് ഈ കേക്കിൻ്റെ മിശ്രിതം മിക്സ് ചെയ്യണം. അപ്പോൾ അടിയിലൊന്നും ഇളകാതെയൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കാരമൽ സിറപ്പ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമ്മൾ ഓവൻ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ 2 മോൾഡിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരെണ്ണം നമ്മൾ OTG ഓവനിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അത് 160 ഡിഗ്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്തേക്കുന്നത് 40 മിനിറ്റാണ്. മറ്റേത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ച അടുപ്പിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്, ഉരുളിയിലേക്ക്. അത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടും സെയിം 40 മിനിറ്റ് കൊണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. OTG ഓവൻ്റെ മുകളിലും താഴെയും കോയിലുള്ളതുകൊണ്ട് നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അടുപ്പിൽ വെച്ചതിൻ്റെ ഒരു സൈഡിൽ മാത്രമല്ലേ ഫ്ലെയിം ഉള്ളൂ, അതുകൊണ്ട് മുകൾ ഭാഗം ഇത്രയും ബ്രൗൺ ആയിട്ടില്ല. എന്നാലും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമ്മളൊരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആണെങ്കിൽ അത് വെന്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ആ ഭാഗം ഇങ്ങനെ വീണ്ടും പൊങ്ങി വരും, സ്പ്രിങ് ആക്ഷൻ പോലെ. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം ഇത് വെന്തിട്ടുണ്ടെന്ന്. ഇപ്പം നമ്മളിതൊന്ന് ഡീമോൾഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ സൈഡ് ഒന്ന് കത്തി കൊണ്ട് എന്താ പറയുക ഒന്ന് വിടിയിച്ച് കൊടുക്കുക. എന്നിട്ട് കമത്തിയിട്ടിട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ ഇത് ഡീമോൾഡ് ആവും. ഈ ബട്ടർ പേപ്പർ നമുക്ക് എടുത്ത് കളയാം. മറ്റേത് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. രണ്ടും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, അത് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ സ്പ്രിങ് ആക്ഷൻ പോലെ വരുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്.
ഇതുണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിലാണ്, എല്ലാ കേക്കും ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിലാണ് നല്ല ടേസ്റ്റ്. നമ്മളിപ്പോൾ ഇതൊന്ന് മുറിച്ച് നോക്കുകയാണ്. മുറിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.